മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. അങ്കമാലി സ്ത്രീ ശാക്തീകരണ സംവാദ സദസ്സ് സംഘടിപ്പിച്ചു. വിവിധ മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന വനിതകൾ അങ്കമാലി കാര്യവിചാര സദസ്സിലെ സ്ത്രീ ശാക്തീകരണം പുരോഗതി സംവാദ സദസ്സിൽ പങ്കെടുത്തു. അങ്കമാലി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിനി മനോജ് ഉദ്ഘാടനം ചെയ്തു. കവയിത്രി ഡോക്ടർ മോളി ജോസഫ് അധ്യക്ഷത വഹിച്ചു. അല്ലെങ്കിൽ ഒരു പെണ്ണായി പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യത്തിൽ അവളുടെ പിതാവും, കൗമാരത്തിൽ അവളുടെ പിതാവും, യൗവനത്തിൽ അവളുടെ ഭർത്താവും, വാർദ്ധക്യത്തിൽ അവളുടെ പുത്രനും സംരക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴും ആ മനുസ്മൃതത്തിൽ പറഞ്ഞിരിക്കുന്നത് നാം സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയെന്നാണ്. അപ്പോഴും സ്ത്രീ സ്വാതന്ത്ര്യം അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതൊക്കെ പണ്ട് ഇവിടെ നമ്മുടെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ അതൊക്കെ പണ്ട് നടന്ന, അകത്തളങ്ങളിൽ നടന്ന, അല്ലെങ്കിൽ മറ്റുള്ള ജാതി വ്യവസ്ഥകളിൽ അധിഷ്ഠിതമായി ജീവിച്ചിരുന്ന വീടുകളിൽ, ഭവനങ്ങളിൽ നടന്ന കാലമാണ്. ഇന്ന് കാലം മാറി. ഇന്ന് ഏതൊരു വിജയത്തിന്റെയും പിന്നില് ഒരു സ്ത്രീയുടെ ചിന്തകൾ ഉണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഭാവനാശേഷി ഉണ്ടാവും, അവരുടെ സങ്കല്പങ്ങൾ ഉണ്ടാവും, അവരുടെ ഇച്ഛാശക്തി ഉണ്ടാവും, അവരുടെ നിശ്ചയദാർഢ്യം ഉണ്ടാവും. അതിലൂടെ ആ പുരുഷനെ അല്ലെങ്കിൽ ആ വ്യക്തിത്വത്തിനെ ഒന്നുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാനുള്ള മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലെക്സി ജോയ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചി ത്രേസ്യ തങ്കച്ചൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിലിയ വിന്നി, ഡോക്ടർ ദീപ വി നായർ, തുറവൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജിനി രാജീവ്, ദുബായിലെ സാമൂഹ്യ പ്രവർത്തക ജിനോ രാജീവ്, യോഗ അധ്യാപകരായ മിനി തങ്കച്ചൻ, ഷീജ സതീഷ്, അഡ്വക്കേറ്റ് സജി മാടശ്ശേരി, BJP നോർത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് KV ബിന്ദു, ഐക്യ മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് മിൻമോൾ അഗസ്റ്റിൻ, മാധ്യമ പ്രവർത്തക അജിത ജയശോർ, KS സുപ്രിയ, RSP ജില്ലാ സെക്രട്ടറി ജോസഫ്, ജോർജ് സ്റ്റീഫൻ, വിൽഫ്രഡ് H, അഡ്വക്കേറ്റ് തങ്കച്ചൻ വെമ്പിളിയത്ത്, KP ഗോവിന്ദൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരതീയർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇംഗ്ലീഷ് ഫിലോസഫിയിൽ ഡോക്ടറേറ്റ് നേടിയ ഡോക്ടർ DB വി നായർക്ക് RSP ജില്ലാ സെക്രട്ടറി ജോർജ് സ്റ്റീഫൻ മൊമെന്റോ നൽകി ആദരിച്ചു. സാമ്പത്തിക ഭദ്രത എഡ്യൂക്കേഷൻ കൊടുത്തെങ്കിൽ മാത്രം നമുക്ക് കുട്ടികളുടെ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. വിദ്യാഭ്യാസം ഇല്ല, പണമില്ല, ഇങ്ങനൊന്നും ഇല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. പിന്നെ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ സംഭവിച്ചിട്ടുണ്ട് അല്ലേ? പല നമുക്ക് പിന്നെ നമ്മുടെ വീടുകളില് ഇപ്പൊ നമ്മള് പെൺകുട്ടികൾക്ക് കത്തിക്കയറുന്ന കലഹവേനലിലും കുറ്റപ്പെടുത്തലുകളിലും കൂസാതെ വാടാതെ താൻ പൊരുമയോടെ ബോധ്യപ്പെടുത്തലുകളുടെ ബാധ്യതയിൽ നിന്ന് മോചിതയായി പൂത്തുലയുന്നു ഇന്നിന്റെ സ്ത്രീജന്മം. വിലക്കുകളും വിധി കൽപ്പിക്കലും അതിജീവിച്ച് പൊട്ടിമുളച്ച പുൽനാമ്പ്. എത്ര കടന്നു കയറ്റങ്ങൾ. ഒറ്റക്കലഞ്ഞ നിൻ ജീവിത വീതിയിൽ നിന്റേതു മാത്രമം നിഴലുകൾ മന്ത്രിച്ചു താനേ വടംപൊഴിഞ്ഞില്ലാതെയായവൾ കല്ലുടൽ മാത്രമായി തീർന്നതാണോ ജന്മം? കല്ലുടൽ മാത്രമായി തീർന്നതാണോ ജന്മം? ന്യൂസ് ബ്യൂറോ, കാലടി.